വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ലഞ്ചിൻ്റേത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം മീൻ മേടിച്ചു, കൂടെ കപ്പയും കൂടെ വേവിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മീനുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കുവാണേ. മീൻകറി വെക്കുന്നത് കണ്ടാലോ? നല്ല വിഷം. അപ്പം രണ്ട് ഇഡലി കഴിച്ചിട്ട് ബാക്കി ചെയ്യും. രാവിലെ ഇഡലി സാമ്പാറായി കഴിക്കാം. സോറി, വിശന്ന കണ്ണ് കാണില്ലെന്ന് പറയുന്ന അവസ്ഥയായിപ്പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പതിവല്ല, പക്ഷേ ഇന്നെന്തോ അങ്ങ് വിശന്നു. അപ്പം എന്നാൽ പിന്നെ കഴിച്ചിട്ട് ബാക്കി അങ്ങ് ചെയ്യാം. മീനെല്ലാം കഴുകിയൊന്ന് വൃത്തിയാക്കാം. കട്ടത്തള എന്ന് പറയുന്ന മീനാണ് മേടിച്ചത്. അത് പീസാക്കിയാണ് അവിടുന്ന് തന്നത്. അപ്പം പിന്നെ ഇവിടെ വന്ന് എനിക്ക് കഴുകിയെടുത്താൽ മതിയല്ലോ, എളുപ്പമാണല്ലോ. അങ്ങനെ മീനെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചു. ഇനി ബാക്കി ചെയ്യാമേ. കണ്ണൂർ സ്കൂളിൽ പോയി, വിത്തേട്ടനും പോയി. ഇപ്പം കണ്ണൂരെ വിട്ടിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കറി മീനും കപ്പയൊക്കെ മേടിച്ചത്. ഇവിടെ അപ്പൂൻ്റെ സൗണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കൊച്ചുള്ളി അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാമേ. ചെറിയ ഉള്ളി അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇത് മാറ്റി വെക്കാം. അപ്പം നമുക്ക് മീൻ കറി വെക്കാം. ഇപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചുമന്നുള്ളി ഒഴിച്ച് കൊടുക്കാം. ആദ്യം പാത്രം ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാനുള്ള എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്ന ശേഷം അത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അത് വഴണ്ടൊന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തത് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണ്. ഒഴിച്ച് കൊടുക്കാം. കപ്പയും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചാറ് വേണം. നന്നായിട്ട് തിളക്കട്ടെ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. തിളച്ചിട്ടുണ്ട്, നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം. ഇനിയും കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേന് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം.
അപ്പോൾ മീൻകറി അവിടെ നിന്ന് തിളക്കട്ടെ. ഇനി കപ്പ നമുക്ക് ഒരുക്കിയെടുക്കാം. കപ്പ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാമേ. രഞ്ജിത്തേട്ടന് കപ്പയും മീൻകറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പെട്ടെന്ന് വേകുന്ന കപ്പയാണെന്നാണ് കടയിലെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി കഴുകി വൃത്തിയാക്കി എടുത്ത് പാത്രത്തിൽ തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ കപ്പയൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേന് ആവശ്യമായ അരപ്പിനൊക്കെ ഉള്ളത് നമുക്ക് എടുക്കാം. മീൻകറി നമുക്കൊന്ന് നോക്കാമേ. ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് തേങ്ങ പൊതിച്ച് തിരുമ്മിക്കൊണ്ട് വരാമേ. പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാം. കുറച്ച് വെളുത്തുള്ളി തൊലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. വെളുത്തുള്ളി ജീരകം പൊടിച്ചത് ഒന്നുകൂടി ചേർത്ത് ചതയ്ക്കും. ഇത്രയുണ്ട്. നമുക്ക് ചതച്ചെടുക്കാം. നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. നമ്മുടെ മീൻകറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ചതച്ചെടുത്ത് നമുക്ക് ചേർക്കാം. കപ്പയൊന്ന് ഇളക്കിയെടുക്കാം. മീൻകറി അപ്പോൾ കപ്പ എല്ലാം വെന്ത് കപ്പയുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പയൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ അങ്ങ് കുഴയ്ക്കുന്ന പോലെ ഇളക്കുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ വേണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യും.
കുറച്ച് പയറുണ്ട്, ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാം. അങ്ങനെ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടിയും കൂടെ റെഡിയാക്കി എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി മെഴുക്കുവരട്ടി വേകുന്ന നേരം കൊണ്ട് നമുക്ക് പാത്രമൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ചു. ഇനി പച്ചക്കറിയുണ്ട്, അതെല്ലാം കൂടി ഒന്ന് പറക്കി തിരിച്ച് വെക്കാം. ഞാൻ പച്ചമുളകിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് വെക്കും, അപ്പോൾ കുറേ ദിവസം ഫ്രിഡ്ജിലിരുന്നോളും. അങ്ങനെ പച്ചക്കറി എല്ലാം പറക്കി വെച്ചു. അത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെഴുക്കോട്ടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ചിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മീൻകറിയും കപ്പയും മെഴുക്കുവരട്ടിയും സാമ്പാറും ഒക്കെ കൂട്ടി ഇന്നത്തെ ലഞ്ച് കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.